ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷന്റെയും ബേസിക് ആയിട്ടുള്ള സെക്ഷനായ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ ആദ്യം റെക്ടാങ്കുലർ സെക്ഷന്റെ ആണെങ്കിൽ ഇത് ബ്രെഡ്ത്ത് ഇത് ഡെപ്ത് ആണ്. അവന്റെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു പി ബൈ ടു, വൈ ബാർ എന്ന് പറഞ്ഞാൽ ഡി ബൈ ടു. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. ഇവിടെയാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹാഫ് ആണ് അല്ലെ. അപ്പൊ ബി ബൈ ടു ഇതിന്റെ വൈ ആക്സിസിൽ നിന്ന് ഇതിന്റെ ഹാഫ്. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഇനി സർക്കുലർ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ സെന്ററിൽ വരും, അതായത് ഡി ബൈ ടു ഡി ബൈ ടു. ഇനി ട്രയാങ്കുലർ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ 90 ഡിഗ്രി എന്നാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ 90 ഡിഗ്രിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ 1/3 ഓഫ് ഇത് ഹൈറ്റും ഇത് ബേസും ആണ്. അപ്പൊ ഇത് 1/3 ഓഫ് ഹൈറ്റും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ 1/3 ഓഫ് ബേസും ആണ്. ആ 90 ഡിഗ്രിന്ന് അപ്പുറത്തെ സൈഡ് എന്ന് പറയുകയാണെങ്കിൽ 2/3 ഓഫ് ഹൈറ്റും ഇപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് പോകണമെങ്കിൽ 2/3 ഓഫ് ബേസും ആണ്. ബേസിക് ഫോർമുലയാണ്. അപ്പൊ ആദ്യം നമുക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഇനി അടുത്ത സെമി സർക്കിളിന്റെ ആണ്. സെമി സർക്കിൾ 4 സെക്ഷനിൽ വരയ്ക്കാം. ഒന്നിൽ സെമി സർക്കിൾ ഇങ്ങനെ വരും, അല്ലെങ്കിൽ സെമി സർക്കിൾ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ സെമി സർക്കിൾ ഇത് ഇങ്ങനെ വരാം. ഓക്കെ. അടുത്ത സെമി സർക്കിൾ എങ്ങനെ വരാം? ഇങ്ങനെ വരാം. ഓക്കെ. അപ്പം ഇതിൽ എക്സ് ബാർ എന്താണ്, വൈ ബാർ എന്താണ്? അപ്പൊ നമുക്കറിയാം സെമി സർക്കിൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇതുവരെ ഇവിടെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ബേസ് ചെയ്ത് മുകളിലോട്ട് പോകണമെങ്കിൽ 4r/3π ആണ്. ഇനി ബേസിന്റെ ഈ സൈഡിൽ പോവുകയാണെങ്കിൽ 6 ആയിരിക്കും എപ്പോഴും സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൊക്കേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസും ആണ്. അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇത് എവിടെയാണ് ഉള്ളത്? അപ്പൊ ഇതിന്റെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. വൈ ബാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് ആണ്. ഇതിന്റെ ഹൈറ്റ് എന്ന് നമുക്ക് ആൾറെഡി അറിയാം എത്രയാണ്? 4r/3π. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇത്രയും ഡിസ്റ്റൻസ് എന്താണ്? വൈ ആക്സിന് പാരലൽ ആണ് 6. എക്സ് ആക്സിസ് ഇത് എക്സ് ആക്സിൽ എടുക്കുകയാണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ്, ഇത് എത്രയാണ്? 4r/3π. 4r/3π വെച്ച് അടുത്ത മൂന്നാമത്തെ എക്സ് ആക്സിസ്, വൈ ആക്സിസ് വെച്ചു ഈ പോയിന്റിൽ നിന്ന് ഇത്രയും. അപ്പൊ ഇത് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള 6 ആണ്. വൈ ആക്സിന് പാരലൽ ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇത്രയും നമുക്ക് 6 ആണ്. ഇത് ഇത്രയും നമുക്ക് എത്രയാണ്? 4r/3π ആണ്. അപ്പൊ എക്സ് ബാർ വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം വൈ ബാർ ഈസ് ഈക്വൽ ടു ഇവിടെ വരും r - 4r/3π എന്ന് വരും. ശരിയല്ലേ? ഇനി അടുത്ത ലാസ്റ്റ് ഈ റേഡിയസ് ഇത് വൈ ആക്സിസിൽ 6 കിട്ടും. എക്സ് ആക്സിസിൽ നമുക്ക് ഈ പോയിന്റ് ആണ് വേണ്ടത്, ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് അറിയാം എത്ര? 6. ഇത് എത്ര? 4r/3π. അപ്പൊ ഇവിടെ എത്ര? r - 4r/3π എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇതെല്ലാം ബേസിക് ഫോർമുല ആണ്, ഇത് പഠിക്കണം. അതിനുശേഷം അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോണെന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ സെക്ഷന്റെ ഇപ്പം റെക്ടാങ്കിളിന്റെ ഇപ്പൊ ഇങ്ങനെയാണ് കിട്ടിയത്, ഒരു ടി സെക്ഷൻ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ്? ഫൈൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, CG, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ടി സെക്ഷൻ ഷോൺ ഇൻ ഫിഗർ. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് നമുക്കപ്പം അറിയാം. ചുമ്മാ ജസ്റ്റ് ഒരു 100 കൊടുക്കാം, ഇതൊരു 30 കൊടുക്കാം, ഇതൊരു 80 കൊടുക്കാം, ഇതൊരു 30 കൊടുക്കാം. ഓക്കെ. അപ്പം ഇതില് എക്സ് ബാർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് എന്താണ്? A1x1 + A2x2 ഡിവൈഡഡ് ബൈ A1 + A2. ഇതാണ് ഫോർമുല. അതായത് എത്ര സെക്ഷൻ ഉണ്ട്? 2 സെക്ഷൻ ഉണ്ട്. ദിസ് വൺ ആൻഡ് ദിസ് വൺ, 2 സെക്ഷൻ. അപ്പൊ ഇതില് നമ്മുടെ ഫോർമുല ഇതാണ്. സിമിലർലി വൈ ബാർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല A1y1 + A2y2 ഡിവൈഡഡ് ബൈ A1 + A2 ആണ് ഫോർമുല. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിൽ നോക്കുക, ഇതില് നമ്മൾ ഒരു പടം വരയ്ക്കുകയാണെങ്കിൽ ഇതില് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇതില് നമ്മൾ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡ് ഈക്വൽ അല്ലേ വൈറ്റ് ലൈനിന്റെ? അപ്പം രണ്ട് സൈഡ് ഈക്വൽ ആണ്. എക്സ് ബാർ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ്, എക്സ് ആക്സിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? 100. 100/2 ആയിരിക്കും അതിന്റെ ആൻസർ. ഓക്കെ. സിമെട്രിക്കൽ സെക്ഷൻ എന്നാണ് പറയുന്നത്. ഈ വൈ ബാർ ആണെങ്കിൽ A1 കണ്ടുപിടിക്കുക, A2 കണ്ടുപിടിക്കുക, y1 കണ്ടുപിടിക്കുക, y2 കണ്ടുപിടിക്കുക. A1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് റെക്ടാങ്കുലർ സെക്ഷന്റെ എത്രയാണ് ഏരിയ? 100 × 30. ഇനി രണ്ടാമത്തെ സെക്ഷന്റെ എത്രയാണെങ്കിൽ 80 × 30. ഓക്കെ. രണ്ടാമത്തെ സെക്ഷന്റെ ഏരിയ ആണ് ഞാൻ പറഞ്ഞത്, 80 × 30. മനസ്സിലാവുന്നുണ്ടോ?
അടുത്ത y1 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു d/2 b/2 എന്ന്. അപ്പൊ ഇതിൽ എത്രയാണ്? ഒന്നാമത്തെ സെക്ഷന്റെ ഇത് എത്രയാണ്? 30/2 ആണ്. ശരിയല്ലേ? പ്ലസ് എത്ര ഹൈറ്റ് നിൽക്കുന്ന 80 ഹൈറ്റ്. രണ്ടാമത്തെ സെക്ഷന്റെ ആണെങ്കിലോ 80 ആണ്. അപ്പൊ എന്താണ് y2 എന്താണ് 80/2. അപ്പൊ ഇത് രണ്ടും കൂടെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെന്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടും. ഓക്കെ അല്ലേ? മനസ്സിലായ? ഇനി അടുത്ത വേറൊരു സെക്ഷൻ എടുത്ത് കാണിച്ചു തരാം. നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഓക്കെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നോക്കുന്നത്? ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ഹാഫ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് ബാർ കിട്ടത്തില്ല, വൈ ബാർ കിട്ടും. സോ വൈ ബാറിന്റെ ഫോർമുല എന്താണ്? a1y1 പ്ലസ് a2y2 പ്ലസ് a3y3 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് a3. ഓക്കെ, അപ്പൊ ഇതിൽ a1 എത്രയാണ്? a1 a2 a3. അതേപോലെ y1 y2 y3. a1ന്റെ ഫോർമുല എന്താണ്? a1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റെക്ടാംഗിളിലെ ഏരിയ എത്രയാണ്? 10 × 3. സെക്കൻഡ് സെക്ഷന്റെ ആണെങ്കിലോ ഇത് ടോട്ടലി എത്രയാണ്? ഇത് ടോട്ടലി ഇത് 3ഉം ഇത് 5ഉം. ഇവിടെ 20 ഉണ്ട്. 20ൽ നിന്ന് 8 പോയാൽ എത്ര വരും? 12. ശരിയല്ലേ? അപ്പം നമുക്ക് എഴുതുമ്പോൾ 10 × 3 12. 12 × 2 a2. ശരിയല്ലേ? a3 23 × 5. ഇനി y1 എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ സെക്ഷന്റെ എത്രയാണ്? 3/2 പ്ലസ് റിമൈനിങ് താഴോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര? 12 പ്ലസ് 5. ഓക്കെ അല്ലേ? രണ്ടാമത്തെ സെക്ഷന്റെ ആണെങ്കിൽ 12/2 പ്ലസ് 5. തേർഡ് സെക്ഷൻ ആണെങ്കിൽ 5/2. അപ്പൊ ഇതെല്ലാം കൂടി ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടും. ഓക്കെ അല്ലേ? അടുത്തിലോട്ട് പോട്ടോ. അപ്പൊ ഇങ്ങനെയാണെങ്കിലോ? അപ്പൊ ഇതില് y ബാർ 16/2 ആണ്. പക്ഷെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? a1 x1 പ്ലസ് a2 x2 പ്ലസ് a3 x3 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് a3. അപ്പൊ ഇതിൽ a1 a2 a3 കണ്ടുപിടിക്കണം. എന്താണ്? x1 x2 x3 കണ്ടുപിടിക്കണം. അപ്പൊ a1 എത്രയാണ്? 10 × 4. a2 എത്ര വരും? ടോട്ടൽ 16. ഹലോ, കേൾക്കുന്നുണ്ടോ? സെക്കൻഡിന്റെ ഏരിയ എത്രയാണ്? എത്ര? സെക്കൻഡ് ഏതെന്ന് മനസ്സിലായോ? ഇതാണ് 1, ഇത് 2, ഇത് 3. ഇനി പറഞ്ഞോ. സെക്കൻഡിന്റെ ഏരിയ 4 × 16 - 8 അല്ലേ? 16 - 8. അത് തന്നെ 8. അടുത്ത a3 എത്ര വരും? 10 × 4. അടുത്തത് x1 എത്ര വരും? എക്സ് ആക്സിന് പാരലലായിട്ട് എത്ര വരും? ഒന്നാമത്തേല് 10/2. ശരിയല്ലേ? അത് രണ്ടാമത്തേല് 5/2. 4/2.
x3 എത്ര വരും? 10/2. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഐ സെക്ഷൻ, ചാനൽ സെക്ഷൻ്റെ. ഓക്കെ അല്ലേ? ആ വൈബാർ എങ്ങനെ? വൈബാർ ഇല്ല. വൈബാർ സിമെട്രിക്കൽ സെക്ഷൻ ആയിട്ട് 0 ആയി പോകും. സിമെട്രിക്കൽ സെക്ഷൻ അല്ലേ, നേരത്തെ ഐ സെക്ഷൻ ഇതായതുപോലെ. ആ ആ ഓക്കെ, അപ്പൊ ഇത് ഇനി അടുത്ത കോംപ്ലിക്കേറ്റഡ് ഷേപ്പിലോട്ട് വരണം. അതെടുക്കണോ എങ്ങനെ? ഓ സർ, ഈ പദമൊക്കെ അതേപോലെ വരുമോ? പുതിയ ഓ പദം വരുന്നത്? അല്ല, വരും. പുതിയ പടമല്ല, ഇതുപോലെ തന്നെ വരും. റിപ്പീറ്റഡ് ഒക്കെ വരുമോ സാർ പദം? ഉം, ഉം. സാർ ക്വസ്റ്റ്യൻ പേപ്പർ കഴിച്ചില്ല. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? ഓക്കെ, ഇതെങ്ങനെ ചെയ്യും? നമ്മളിപ്പോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾ ക്ലോസ് ചെയ്യാം. റെക്ടാംഗിൾ സെക്ഷന് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യും. സർക്കിളിനെ ക്ലോസ് ചെയ്യും. അപ്പൊ മൊത്തം റെക്ടാംഗിൾ കിട്ടിയില്ല നമുക്ക്. ആ ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ആദ്യം നമ്മുടെ ഫോർമുല എന്താണ്? എക്സ് ബാർ ഇസിക്കൽ എന്താണ്? a1x1 മൈനസ് a2x2 മൈനസ് a3x3 ഡിവൈഡഡ് ബൈ, എന്തുകൊണ്ടാണ് മറ്റേ റെക്ടാംഗിളിൽ നിന്ന് സെമി സർക്കിളും ട്രയാംഗിളും സബ്ട്രാക്ട് ചെയ്തു. മനസ്സിലായോ? അതായത് ഇതിനെ നമ്മൾ ഈ ഷേപ്പ് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഈ റെക്ടാംഗിൾ സെക്ഷൻ 1 ആയിട്ട് കൊടുത്തു, ഈ സെമി സർക്കിൾ 2 ആയിട്ട് കൊടുത്തു, ട്രയാംഗിൾ സെക്ഷൻ എത്ര ആയിട്ട് കൊടുത്തു? 3 ആയിട്ട് കൊടുത്തു. ശരിയല്ലേ? ഇനി നമ്മൾ ഇതേപോലെ y ബാർ കണ്ടുപിടിക്കും. y bar is equal to a1 y1 plus minus a2 y2 minus a3 y3 all divided by a1 minus a2 minus a3. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? a1 a2 a3 x1 x2 x3 y1 y2 y3. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം നമ്മൾ. അപ്പൊ a1 എത്രയാണ്? നേരത്തെ ചെയ്ത പോലെ a1 എത്രയാണ്? ടോട്ടൽ റെക്ടാംഗിളിന്റെ ഏരിയ 120 ഇൻറ്റു 20 200 അല്ലേ? അടുത്ത a2 എത്രയാണ്? സെമി സർക്കിൾ ആണ്. 20 എങ്ങനെ വന്നു? 20 അല്ല, 120. ഓക്കെ, അടുത്ത a1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിൾ 120 ഇൻറ്റു 120 ഇൻറ്റു 200. ഓക്കെ. അടുത്തത് a2 എങ്ങനെ കണ്ടുപിടിക്കും? സെമി സർക്കിൾ. സെമി സർക്കിളിന്റെ ഫോർമുല എന്താണ്? പൈ ആർ സ്ക്വയർ ബൈ 2. അടുത്ത a3 എന്താണ്? പൈ ആർ സ്ക്വയർ. 1/3 BH അല്ലേ? പൈ ആർ സ്ക്വയർ ബൈ, അല്ല സോറി, ഇതല്ല, ഇത് ഹാഫ് ഇൻറ്റു BH. ബി എത്ര വരും? എച്ച് എത്ര വരും? നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അല്ല, പൈ ആർ സ്ക്വയർ ബൈ, അല്ല, ഇത് ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ഇൻറ്റു ബി എത്ര വരും? 100. ഇത് എത്ര വരും? ഇതെത്രയാണ്? 110 മൈനസ്
110 മൈനസ് 110 എത്ര കുറയ്ക്കണം? 60 കുറയ്ക്കണം അല്ലേ? 60 എങ്ങനെയാ സാർ? 100 ഇപ്പുറത്തെ സൈഡ് എത്രയുണ്ട്? 100 ആ അപ്പൊ മൊത്തം 160 അപ്പൊ 160 110 പോയാൽ എത്രയാണ് ഇവിടെ? 50 വരും അല്ലേ? ആ ആ അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ ഇനി എക്സ് കൊണ്ട് നോക്കാം. എക്സ് കൊണ്ട് പറഞ്ഞാൽ റെക്ടാംഗിൾ സെറ്റിന്റെ പാരലൽ അല്ലേ? എത്ര വരും? 120/2. ഓക്കെ, അടുത്ത എക്സ് വൺ എത്ര? 120/2 ശരിയല്ലേ? ആ എക്സ് ടു എത്രയാണ്? എക്സ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി സർക്കിൾ ആണല്ലേ? അപ്പൊ ഇവിടെ ആ നിന്ന് 120 മൈനസ് 4r/3π ശരിയല്ലേ? ആ അടുത്തത് A3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? A3 എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ A3 is equal to x2 കിട്ടിയല്ലേ? x3 അല്ലേ വേണ്ട അടുത്തല്ലേ? ഉം. x3 ആകുമ്പോൾ ഇവിടെ എത്ര വാല്യൂ ഉണ്ട്? 120 80 40 അല്ലേ? അപ്പൊ ഉം. 90 ഡിഗ്രി ഞങ്ങൾ 1/40 ഇൻറ്റു 50 അല്ലേ? അല്ലേ? ഉം. എക്സ് ആക്സിൽ എത്ര വരും? 90 ഡിഗ്രി ഇങ്ങോട്ട് വരാണെങ്കിൽ 1/3 ഓഫ് അല്ലേ? എക്സ് ആക്സിൽ 1/3 ഓഫ് ഇവിടെ 1/3 ഓഫ് 40. ഓക്കെ അല്ലേ? x1 x2 x3 ക്ലിയർ അല്ലേ? ഉം. അടുത്ത y1 എത്രയാണ്? y1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 160 160/2. y2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 പ്ലസ് 50. y3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 110 പ്ലസ് 1/3 ഓഫ് 50. ഓക്കെ, എല്ലാം ആയില്ലേ? മനസ്സിലായോ? ആ മനസ്സിലായി. ചെയ്ത് ചെയ്ത് നോക്കിയാൽ